ഇനിയിപ്പോ ഇതിനകത്ത് വഴങ്ങുന്നില്ല സാർ. ഇത് ഇവര് രാഷ്ട്രീയ അന്ധതയിൽ കേരളത്തിന്റെ ശത്രുക്കളായി നിൽക്കുകയാണ്. നിങ്ങൾ കേരള വിരുദ്ധരാണ്, ഞാൻ കൃത്യമായിട്ട് പറയുന്നു. വ്യവസായ മന്ത്രി പി രാജീവ് നിയമസഭയിൽ പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി പി രാജീവ്. ആ ഘട്ടത്തിൽ നിരന്തരം ഇടപെട്ട് മന്ത്രിയെ തടസ്സപ്പെടുത്തുകയും കേരളത്തിൻ്റെ വികസന ലക്ഷ്യങ്ങളെക്കുറിച്ച് മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും കേരളം നേടിയ നേട്ടങ്ങൾ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനത്ത് എത്തിയതിൻ്റെ വിശദാംശങ്ങൾ അവതരിപ്പിക്കുമ്പോഴുമാണ് പ്രതിപക്ഷത്തിൽ നിന്ന് നിരന്തര ഇടപെടലുണ്ടാകുകയും പ്രതിപക്ഷം കേരളത്തിന് എതിരായാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, കേരള വിരുദ്ധമായ നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞത്. വസ്തുതയുടെ അടിസ്ഥാനത്തിൽ കണക്കുകൾ വെച്ച് സംസാരിക്കുന്ന പി രാജീവിനെ തടയുക, അതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. പി രാജീവ് സംസാരിച്ചാൽ പല കാര്യങ്ങളും പുറത്തു വരും. ഏറ്റവും ഒടുവിൽ ഇന്ന് പുതിയ വാർത്ത വന്നിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ മാസമാണ് ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടന്നത്, ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് നടന്നത്. അതിൽ 1.53 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് വന്നത്. 1.53 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം. ഇപ്പോൾ പുതിയ വാർത്ത വന്നു, അത് വീണ്ടും കൂടിയിരിക്കുന്നു. 44,000 കോടി രൂപയുടെ അധിക നിക്ഷേപം വന്നിരിക്കുന്നു. നിക്ഷേപ വാഗ്ദാനം കൂടിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നിക്ഷേപിക്കാൻ വ്യവസായികൾ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിക്ഷേപ വാഗ്ദാനം ഏകദേശം 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് വന്നത്. ഇത് വെറും വാഗ്ദാനമല്ല. ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉന്നതതല യോഗം നടക്കുകയാണ്. വന്ന വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ എങ്ങനെ നടപ്പാക്കാം, അത് ഏത് രൂപത്തിലാണ് കേരളത്തിൽ പ്രായോഗികവൽക്കരിക്കാൻ കഴിയുക, എന്തൊക്കെയാണ് വ്യവസായികൾ പറയുന്ന തടസ്സങ്ങൾ, അത് എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഉന്നതതല യോഗം നടക്കുന്നത്. അതിനുശേഷം ആദ്യത്തെ പദ്ധതിയുടെ തറക്കല്ലിടൽ ഈ മാസം തന്നെ നടക്കും. ഒരു പദ്ധതിയുടെ മാത്രമല്ല, 14 ജില്ലകളിലും ഓരോ പദ്ധതികളുടെ തറക്കല്ലിടൽ ഈ മാസം നടക്കും. എന്ന് വെച്ചാൽ വെറുതെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തി, ആഘോഷം നടത്തി പിരിയുക മാത്രമല്ല, അത് നടപ്പാക്കുക എന്ന രീതിയിലേക്ക് സർക്കാർ പോകുന്നു എന്നർത്ഥം. ഇത് പ്രതിപക്ഷത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വല്ലാത്ത ആശങ്കയുണ്ട്, ഹാലിളകുകയാണ് പ്രതിപക്ഷത്ത്. കാരണം ഇതൊക്കെ കൃത്യമായി നടന്നു കഴിഞ്ഞാൽ 2026-ൽ കോൺഗ്രസും UDF-ഉം ഇതേപോലെ പ്രതിപക്ഷത്തിരുന്ന് മുദ്രാവാക്യം വിളിക്കേണ്ടി വരും എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ പദ്ധതികളൊന്നും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത്. ഏത് രൂപത്തിലാണോ ബ്രൂവറിക്കെതിരെ സമരവുമായി വന്നത്, അതേ രൂപത്തിൽ മാധ്യമ പിന്തുണയോടുകൂടി ഈ പദ്ധതികളെ തടയുക എന്ന രീതിയിൽ കാര്യങ്ങൾ ഇപ്പോൾ UDF കേന്ദ്രങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രഖ്യാപിക്കുന്ന പദ്ധതികളെ എന്ത് വില കൊടുത്തും തടയുക, കേരളത്തിലേക്ക് നിക്ഷേപമിറക്കാൻ വരുന്ന വ്യവസായികളെ ഭയപ്പെടുത്തി അകറ്റുക, അങ്ങനെ കേരള വിരുദ്ധ നിലപാടിലേക്ക് പൂർണ്ണമായ പ്രതിപക്ഷം മാറി. അതാണ് പി രാജീവ് നിയമസഭയിൽ വിളിച്ചു പറഞ്ഞത്. നിങ്ങൾ കേരള വിരുദ്ധരാണ്, കേരളത്തിന് എതിരെയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന്. ഒരു മന്ത്രി പ്രതിപക്ഷത്തിന്റെ മുഖത്ത് നോക്കി കേരള വിരുദ്ധരാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് പോലും ഒരു പൊട്ടിത്തെറി പ്രതിപക്ഷത്തിൽ നിന്നുണ്ടായില്ല. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിൽ അവർക്ക് കുറ്റബോധമുണ്ടാകും. അവർക്കറിയാം അവരെന്താണ് ചെയ്യുന്നത് എന്ന്. അവർ ചെയ്യുന്നത് കേരളത്തിന് എതിരെ നിൽക്കുക എന്നത് തന്നെയാണ് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ മുഖത്ത് നോക്കി, അത് നിയമസഭയിൽ നിങ്ങൾ കേരള വിരുദ്ധരാണ് എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ കേട്ട് പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്നത് ചരിത്രത്തിൽ ആദ്യം തന്നെയാണ്. അപ്പോൾ ആ നിമിഷം നിയമസഭ കലങ്ങി മറിയേണ്ടതായിരുന്നു, പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷേ അനങ്ങിയില്ല പ്രതിപക്ഷം. കാരണം അവർക്ക് തന്നെ ബോധ്യമുണ്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്ന്.